നമസ്കാരം. കോൺഗ്രസിന് ഓരോ ദിവസവും അടിപതറുകയാണ്. കോൺഗ്രസ് കുടുംബം ഒന്നടക്കം തിഹാർ ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ 8 മണിക്കൂറോളം പ്രിയങ്കയുടെ ഭർത്താവിനെ ഇ.ഡി. ചോദ്യം ചെയ്തു. ഇന്നും ഇ.ഡിയുടെ ചക്രവ്യൂഹത്തിൽ റോബർട്ട് വദ്ര എത്തിയിരിക്കുകയാണ്. അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് ഡൽഹിയിൽ നിന്നും അറിയുന്നത്. കൂടാതെ നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ.ഡി. കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതോടെ എന്തായാലും ഉടൻ തന്നെ വിചാരണ തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ സോണിയയും രാഹുലും അറസ്റ്റിലാകാനുള്ള സാധ്യത കൂടുതലാണ്. ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പുറമെ കോൺഗ്രസ് നേതാവ് സാം പിത്രോദ, സുമൻ ദുബെ എന്നിവരുടെ പേരും കുറ്റപത്രത്തിലുണ്ട്. ഈ മാസം 25-ന് കേസ് കോടതി പരിഗണിക്കും. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് ഇ.ഡി. ഇപ്പോൾ രണ്ടുപേർക്കുമെതിരെ എടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്താൽ പ്രതിപക്ഷ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കൂടാതെ നാഷണൽ ഹെറാൾഡ് തട്ടിപ്പുകൾ പരിശോധിച്ചാൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്: ഇതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നിട്ടുണ്ടെന്ന്. അതായത് നാഷണൽ ഹെറാൾഡ് കേസിന്റെ തട്ടിപ്പുകൾ പരിശോധിച്ചാൽ അതിൽ ഒരു കാര്യം വ്യക്തമാണ്. അതിന്റെ നാൾവഴികൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തേത്, സ്വാതന്ത്ര്യ സമരത്തെ സഹായിക്കാൻ പത്രമാധ്യമങ്ങൾ തുടങ്ങാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു 5000 സ്വാതന്ത്ര്യ സമര സേനാനികളെ ഷെയർ ഉടമകളാക്കി അസോസിയേറ്റ് ജേർണൽ ലിമിറ്റഡ് എന്ന ഒരു കമ്പനി ഉണ്ടാക്കുന്നു. നാഷണൽ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് പത്രവും ഖ്വാമി ആവാസ് എന്ന ഉറുദു പത്രവും നവജീവൻ എന്ന ഹിന്ദി പത്രവും അസോസിയേറ്റ് ജേർണൽ ലിമിറ്റഡിന്റെ കീഴിൽ ആരംഭിക്കുന്നു. രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ, ഹിന്ദി ഉറുദു പത്രങ്ങൾ 2008 വരെയും നാഷണൽ ഹെറാൾഡ് 2010 വരെയും പ്രസിദ്ധീകരിച്ചിരുന്നു. നഷ്ടമെന്ന പേരിൽ എല്ലാം പൂട്ടിക്കെട്ടുന്നു. നഷ്ടത്തിലുള്ള അസോസിയേറ്റ് ജേർണൽ ലിമിറ്റഡ് കമ്പനിക്ക് കോൺഗ്രസ് പാർട്ടി 90.25 കോടി രൂപ ലോൺ കൊടുക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ട് പാർട്ടി പ്രവർത്തനത്തിനല്ലാതെ മൂന്നാമതൊരു കക്ഷിക്ക് കൊടുക്കുന്നത് രാജ്യത്തെ നിയമപ്രകാരം തെറ്റാണ്. 2010-ൽ സോണിയാഗാന്ധിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി 76% ഷെയറായി യങ് ഇന്ത്യ എന്ന ചാരിറ്റി കമ്പനി തുടങ്ങി. കോൺഗ്രസ് നേതാക്കളായ മോട്ടിലാൽ ഖോറ, ഓസ്കാർ ഫെർണാണ്ടസും ബാക്കി ഷെയർ ഹോൾഡേഴ്സ് കമ്പനി ആക്ട് 25 പ്രകാരം രൂപീകരിച്ച ഈ കമ്പനി ഇന്നേ വരെ ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല എന്നത് വ്യക്തമായി കേന്ദ്ര ഏജൻസികൾ കണ്ടുപിടിക്കുന്നു. നഷ്ടത്തിലായി അടച്ചുപൂട്ടിയ നാഷണൽ ഹെറാൾഡിന്റെ ആസ്തി 2011-ൽ അസോസിയേറ്റ് ജേർണൽ ലിമിറ്റഡ് ഷെയർ ഹോൾഡർമാർ അറിയാതെ സോണിയാഗാന്ധി തുടങ്ങിയ തട്ടിക്കൂട്ട് ചാരിറ്റി കമ്പനിയായ യങ് ഇന്ത്യ എന്ന കമ്പനിക്ക് കൈമാറുന്നു. ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു, അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെ 1000-ഓളം ഷെയർ ഹോൾഡർമാർ അറിയാതെയാണ് അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിന്റെ ആസ്തി യങ് ഇന്ത്യ എന്ന തട്ടിക്കൂട്ട് കമ്പനി കൈമാറിയത്. ഏതാണ്ട് 5000 കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്ന് അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിന് ഡൽഹി, ലക്നൗ, ഭോപ്പാൽ, മുംബൈ, ഇൻഡോർ, പാട്നയിലൊക്കെ പ്രധാന ലൊക്കേഷനുകളിൽ സ്ഥലവും കെട്ടിടവുമുണ്ട്. ഇതെല്ലാം സോണിയാഗാന്ധിയും മകനും ഷെയർ ഹോൾഡർമാർ അറിയാതെ സ്വന്തം പേരിലെ യങ് ഇന്ത്യ എന്ന കമ്പനിയിലേക്ക് മാറ്റി. സോണിയും രാഹുലും ചെയ്ത തെറ്റുകൾ നോക്കിയാൽ വ്യക്തമായ തെളിവുകൾ അവർക്കെതിരെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇ.ഡി. അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. അത് സോണിയാഗാന്ധിയെ 1-ാം പ്രതിയാക്കിയും രാഹുൽ ഗാന്ധിയെ 2-ാം പ്രതിയാക്കിയും. ഇനി അവർക്കെതിരെയുള്ള ഇ.ഡി. കണ്ടെത്തിയ നിയമങ്ങൾ, അതായത് ഇ.ഡി. കണ്ടെത്തിയ അവർക്കെതിരെയുള്ള കേസുകൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, പാവപ്പെട്ട കോൺഗ്രസ്കാർ കൊടുക്കുന്ന സംഭാവനകൾ ഉൾപ്പെടെ 90 കോടി രൂപയും സോണിയും മകനും അടിച്ചുമാറ്റി. രണ്ടാമത്, കള്ളപ്പണങ്ങൾ വെളുപ്പിച്ചു. ഉടമകൾ അറിയാതെ അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിന്റെ ഷെയർ സോണിയും മകനും സ്വന്തം പേരിലാക്കി മാറ്റി. അതിനായി യങ് ഇന്ത്യ എന്ന പേരിൽ ഒരു കമ്പനി 2010-ൽ തട്ടിക്കൂട്ടി. ഇങ്ങനെ കിട്ടിയ 5000 കോടി രൂപയുടെ ആസ്തി ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചില്ല. ഇതൊക്കെ സംഭവിക്കുന്നത് UPA ഭരണകാലത്ത് സോണിയും മരുമകനും കൊടിയ അഴിമതി കാണിച്ച് സമ്പത്ത് വെട്ടിപ്പിടിക്കുന്ന കാലത്താണ് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇതാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതാണ് 5000 കോടിയുടെ അഴിമതി നാഷണൽ ഹെറാൾഡ് നടന്നുവെന്ന് ഇ.ഡി. പറയുന്നത്. സോണിയുടെയും രാഹുലിന്റെയും കോൺഗ്രസിന്റെയും സ്വഭാവം ജനങ്ങൾക്ക് മനസ്സിലായതുകൂടിയാണ് ഇന്ത്യയിൽ നിന്നും ജനങ്ങൾ തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്നത്. എന്നാൽ അല്പമെങ്കിലും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം അഥവാ ധാർമ്മികമായ ഒരു കടമ ബാക്കിയുണ്ടെങ്കിൽ സോണിയും രാഹുലും കട്ടെടുത്ത 5000 കോടി ആസ്തിയുള്ള അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിന്റെ ഷെയർ അതിന്റെ ഉടമകൾക്ക് തന്നെ തിരിച്ചു നൽകി ജനത്തോട് മാപ്പ് പറയണം. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്.
തീർത്ഥയാത്ര.com, അയൺ ബിൽഡ്, ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.